കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധന പൂർത്തിയാകും മുമ്പ് മുകളിലെ നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചത് വീഴ്ചയാണെന്നും നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് എം കെ രാഘവൻ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ തീപിടുത്തം ഉണ്ടായ PMSSY ബ്ലോക്കിലെ 6ാം നിലയിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായത്. ഈ സമയം 3, 4 നിലകളിൽ രോഗികൾ ഉണ്ടായിരുന്നു. രോഗികൾ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിയേറ്റർ കോംപ്ലക്സിലെ ഉപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. വിഷയത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പറഞ്ഞു അവർ ഗുഡ് ഇന്റൻഷനോടുകൂടി ചെയ്തതാകാം, പക്ഷെ അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായി ഈ 2, 3, 4 നിലകളിലൊക്കെ പരിശോധന കഴിഞ്ഞിരുന്നു. പക്ഷേ അത് പോരാ, മറ്റു നിലകൾ കൂടി സമഗ്രമായി പൂർത്തിയാകണമായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തന്നെ ഞാൻ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. തീപിടുത്തം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എം കെ രാഘവൻ MP കത്തയച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. 195 കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ഈ മാസം 10-ന് മെഡിക്കൽ കോളേജ് പടിക്കൽ രാപ്പകൽ സമരം നടത്തുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. 24 കോഴിക്കോട്.